ഈ മറ്റൊന്നുണ്ട്, ഈ അമ്മൂമ്മയുടെ കഥ നമ്മൾ കേട്ടില്ല. അമ്മൂമ്മയുടെ കഥ, സൂചി പോയ അമ്മൂമ്മ വഴിവിളക്കിൻ്റെ ചുവട്ടിൽ സൂചി ഇങ്ങനെ തപ്പുകയാണ്. തപ്പിപ്പോൾ അമ്മൂമ്മയോട് ഒരാൾ ചോദിച്ചു, അമ്മൂമ്മ എന്നാ തപ്പുന്നേ? അമ്മൂമ്മ പറഞ്ഞു, മോനെ സൂചി പോയെന്നേ, സൂചി തപ്പുവാന്ന് പറഞ്ഞു. അമ്മൂമ്മയെ സൂചി എവിടെയാണ് പോയത്? ഞാനും കൂടാൻ തപ്പാൻ. മോനെ വീട്ടിലാണ് സൂചി പോയേ. എന്നാ വീട്ടിൽ തപ്പണ്ടേ അമ്മൂമ്മയെന്ന് ചോദിച്ചു. അതിന് മോനെ വീട്ടിൽ വെളിച്ചമില്ല. ഉസ്താദിൻ്റെ ആവർത്തിച്ചുള്ള യഹൂദരുടെ അള്ളാഹുവും ക്രിസ്ത്യാനികളും, യഹൂദരുടെ ദൈവവും ക്രിസ്ത്യാനികളുടെ ദൈവവും ഉസ്താദ് പറയുന്ന അള്ളാഹു ഒന്നാണെങ്കിൽ ഉസ്താദ് സംസാരിക്കുന്നത് പോലെ ഏതെങ്കിലുമൊക്കെ ആർട്ടിക്കിളോ യൂട്യൂബ് വീഡിയോയുടെ അടിസ്ഥാനത്തിലല്ല, ഏതെങ്കിലും ലേഖനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ഖുറാൻ്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന യഹൂദർ വിളിക്കുന്ന അള്ളാഹു, നിങ്ങൾ വിളിക്കുന്ന അള്ളാഹു ഒന്നാണ്. എന്തിനാണെന്ന് യഹൂദരെ ഓടിച്ചത്? ഇത് പ്രിയപ്പെട്ട ഉസ്താദെ, ഒരു നിലയ്ക്കും അങ്ങേക്ക് ഒരിടത്തും കൊണ്ട് എത്തിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അമ്മൂമ്മയുടെ അവസ്ഥയാണ് എന്നുള്ളതാണ്. ഡിസംബർ 2 പത്രത്തിൽ നിന്നാണ് വായിക്കുന്നത്. ക്രൊയേഷ്യൻ തലസ്ഥാനമായ സാഗ്രബിൽ കന്യാസ്ത്രീയെ അക്രമി കുത്തി പരിക്കേൽപ്പിച്ചു. വെള്ളിയാഴ്ചയാണ് സംഭവം. ആസ്പത്രിയിൽ ചികിത്സയിലായിരുന്ന സിസ്റ്റർ മരിയ അപകടനില തരണം ചെയ്തു. അല്ലാഹു അക്ബർ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് അക്രമി സിസ്റ്ററെ കുത്തിയത്. സാഗ്രബിലെ പ്രൈമറി സ്കൂളിൽ അധ്യാപികയാണ് സിസ്റ്റർ മരിയ. ഈ വാർത്ത എന്തിനാണ് വായിച്ചതെന്ന് ചോദിച്ചാൽ, ഇവിടെ തുടർച്ചയായി ഒരു ഇസ്ലാമിക നേതാവ്, മുഹമ്മദ് ഈസ എന്ന് വിളിക്കപ്പെടുന്ന പ്രിയപ്പെട്ട ഇസ്ലാമിക നേതാവ്, അപ്പം പ്രിയപ്പെട്ടതെന്ന് പറയാൻ കൃത്യമായ കാരണം, എല്ലാവരും ഒരേ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളാണ്, ആ അർത്ഥത്തിൽ സഹോദരങ്ങളാണ് എന്ന അർത്ഥത്തിലാണ് പ്രിയപ്പെട്ടതെന്നും സഹോദരനെന്നും വിളിക്കുന്നത്. അത് ഉറച്ച ക്രിസ്തീയമായ സംസ്കാരത്തെയും ക്രിസ്തീയ മൂല്യങ്ങളും അങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെയാണ്. കാരണം ക്രിസ്തു സ്ഥാപിച്ചത് മാർഗമാണ്, മതമല്ല. ഓക്കെ, അപ്പം ഈ പ്രിയപ്പെട്ട ഇസ്ലാമിക നേതാവ് തുടർച്ചയായിട്ട് തൻ്റെ വീഡിയോകളിലൂടെ അദ്ദേഹം ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് ഇസ്ലാമിലേക്ക് പോയ ആളാണ്. തുടർച്ചയായി ഈ ദിവസങ്ങളിൽ, ഏതാനും ദിവസങ്ങളായി ഈജിപ്തിലെ ബൈബിളിൽ അള്ളാഹു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചില സഭകളുടെ ലേഖനങ്ങളിലും കത്തുകളിലുമൊക്കെ അള്ളാഹു എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇങ്ങനെ അതുപോലെ തന്നെ യഹൂദ നേതാക്കൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകളിലൊക്കെ അള്ളാഹു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഏതെല്ലാം മതങ്ങളിലും ഏതെല്ലാം പ്രസിദ്ധീകരണങ്ങളിലും അള്ളാഹു ഉണ്ടോ എന്ന് തപ്പി അതേ അള്ളാഹുവിനെയാണ് ഞങ്ങളും ആരാധിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായ വീഡിയോകൾ ചെയ്യുകയാണ്. അപ്പോൾ മുഹമ്മദ് ഈസ എന്ന് പറയുന്ന ഈ ഇസ്ലാമിക നേതാവിനോട് എനിക്ക് പറയുവാനുള്ളത്, അങ്ങ് സെൽഫ് ഗോളുകളാണ് അടിക്കുന്നത് എന്ന് നിരന്തരമായി അങ്ങയോട് പറഞ്ഞു തന്നു. വീണ്ടും പറയുന്നതിനെ ചിലർ എതിർക്കുന്നുണ്ട്. വീണ്ടും പറയാൻ കാരണം എന്താണെന്നറിയാമോ? നിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് വ്യാഖ്യാനം ചോദിക്കുകയും സത്യദൈവത്തെക്കുറിച്ച് അറിവില്ലാത്തവരോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണമെന്ന് തിരുവചനം പറയുന്നുണ്ട്. അതാകട്ടെ സ്നേഹത്തോടെ ആയിരിക്കണമെന്നും തിരുവചനം പഠിപ്പിക്കുന്നു. അപ്പം സ്നേഹത്തിന് കാർക്കശ്യമുണ്ട് കേട്ടോ, അത് വേറെ രീതി. സ്നേഹത്തിലായിരിക്കണമെന്ന് ഓർത്തുകൊണ്ട്, സ്നേഹം എപ്പോഴും ഇങ്ങനെ സോഫ്റ്റാണെന്ന് മാത്രമല്ല, അമ്മ കുഞ്ഞുങ്ങളെ സഹായിക്കും, ശിക്ഷണം കൊടുക്കും മാതാപിതാക്കൾ. സ്നേഹത്തിന് ശിക്ഷണത്തിൻ്റെ സ്വഭാവവുമുണ്ട്. ഓക്കെ, ഇദ്ദേഹം നിരന്തരമായിട്ട് പറയുകയാണ് അറബിക് ബൈബിളിൽ അള്ളാഹു ഉണ്ട്, അതുകൊണ്ട് നമ്മൾ രണ്ടിൻ്റെ ഒരു ദൈവമാണ്. അപ്പോൾ സ്വാഭാവികമായും പിന്നെ ഖുറാൻ എന്തിനാണെന്നുള്ള ചോദ്യം വരികയാണ്. യു ആർ ഡിനൈയിങ് ദ ഖുറാൻ. ഒരു രീതിയിൽ പറഞ്ഞാൽ ഖുറാൻ്റെ ആധികാരികത മുമ്പോട്ട് വെക്കേണ്ട ഇസ്ലാമിക നേതാവ് ബൈബിളിൽ പോയി തപ്പുമ്പോൾ, ഏതെങ്കിലും സഭകളുടെ ലേഖനങ്ങളിൽ അള്ളാഹുവിനെ തപ്പുമ്പോൾ, ഏതെങ്കിലും യഹൂദ നേതാക്കളുടെ യൂട്യൂബ് വീഡിയോയിൽ അള്ളാഹുവിനെ തപ്പുമ്പോൾ, സ്വാഭാവികമായും എൻ്റെ പ്രമാണം, അതായത് ഖുറാനെയും അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദിനെയും ഖുറാൻ മുമ്പോട്ട് വെക്കുന്ന അള്ളാഹുവിനെയും ധൈര്യസമേതം ലോകത്തിന് പരിചയപ്പെടുത്തുവാൻ ആർജവത്വമില്ല എന്നും അത് കൺവിൻസിംഗ് ആയ രീതിയിൽ കൃത്യമായി ബോധ്യപ്പെടുത്തുക സാധ്യമല്ല എന്നും പറയുന്നതിന് തുല്യമാണ് എന്ന് എത്രയോ ആവർത്തി സഹോദരനോട് പറഞ്ഞു കൊടുത്തു. ഇത് സെൽഫ് ഗോളുകളാണ് എന്ന് പറഞ്ഞു. ഖുറാനിലെ അള്ളാഹുവിനെ സംബന്ധിച്ച് ഖുറാൻ്റെ ആയത്തുകളിൽ കാണപ്പെടുന്ന അള്ളാഹു, ആ അള്ളാഹുവിൻ്റെ സ്വഭാവം, ദി നേച്ചർ ആൻഡ് ക്യാരക്ടർ, ഖുറാൻ മുമ്പോട്ട് വെക്കുന്ന അള്ളാഹുവിൻ്റെ സ്വഭാവവും പ്രകൃതിയും, അതിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ മറ്റു മതങ്ങളിൽ തപ്പിപ്പോവുകയാണ്. അതിൻ്റെ അർത്ഥം എന്നതാ? ഇത് മോശമാണെന്നല്ലേ? രണ്ട് കാര്യങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഖുറാനിൽ നിന്ന് തെളിവ് ആദ്യ അവസാനം സ്ക്രീനിൽ വെച്ച് പറഞ്ഞിട്ടും എന്നിട്ട് ഈ വൈരുദ്ധ്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങൾ തന്നെയാണ് പറയുന്നത്, സത്യദൈവത്തെ നിങ്ങൾക്ക് ഇസ്ലാമിൽ നിന്നുകൊണ്ട് തേടാൻ പറ്റില്ല, കാണിച്ചു തരാൻ പറ്റില്ലെന്നല്ലേ ഇതിൻ്റെ അർത്ഥം. ഇത് നിങ്ങൾ നോക്ക്, പരമേശ്വർ, നമുക്കറിയാം ഒരു പ്രയോഗമുണ്ട്. ഇനി പരമേശ്വരൻ എന്ന് പറയുന്ന പ്രയോഗമുണ്ട്, അത് വ്യക്തിയെ സൂചിപ്പിക്കുന്നു. പരമേശ്വർ എന്ന് പറയുമ്പോൾ പൊതുനാമത്തിലേക്ക് ഉപയോഗിക്കുന്നുണ്ട്.
വ്യക്തിനാമമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഭാരതത്തിൽ, ഈശ്വരൻ എന്ന് ഉപയോഗിക്കുന്നുണ്ട്, ദൈവം എന്ന് പറയുന്നുണ്ട്. ഭാരതത്തിലെ ബൈബിളിൽ ഇത്തരം പ്രയോഗങ്ങളുണ്ടാകുമ്പോൾ അത് സ്വാഭാവികമാണ്. അവിടുത്തെ സംസ്കാരത്തോടും അവിടുത്തെ ഭാഷയോടും താതാത്മ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്നതാണ്. അറബിക് ബൈബിളിൽ ഏതെങ്കിലും അറബിക് ബൈബിളിൽ അള്ളാഹു എന്നുണ്ടെങ്കിൽ അത് കൾച്ചറൽ നെയിമാണെന്ന് എത്രയോ പ്രാവശ്യം പറഞ്ഞു തന്നു. അത് പൊതുനാമമാണ്. ഖുറാനിലെ അള്ളാഹു എന്ന വ്യക്തിയെ അല്ല സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് പേരൊന്നാണെന്ന് ഓർത്തുകൊണ്ട് ആളൊന്നല്ല. മുഹമ്മദ് ഈസ പെരുമ്പാവൂർ അദ്ദേഹവും താങ്കളും ഒരു മുഹമ്മദാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദും മുഹമ്മദാണ്, ഒരു വ്യക്തിയാണോ? അല്ല. ഇത് പറഞ്ഞു തന്നിട്ട് പിന്നെയും പറയുവാണ് ശരിയല്ല. മാത്രമല്ല ഖുറാനിൽ തെളിവ് കാണിച്ചു. തുടർന്ന് ഖുറാനിലെ തെളിവുകളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി വരാം. കാരണം സത്യവിശ്വാസം അറിയത്തില്ലാത്തവർ അസത്യം വിശ്വസിച്ച് കഴിഞ്ഞാൽ ലോകത്തിൽ കലാപവും കലഹങ്ങളും ഉണ്ടാകും. ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞതയും അസത്യവുമാണ് ലോകത്തിൻ്റെ പ്രശ്നം. ഇപ്പം തെറ്റായ ദൈവത്തെ അറിഞ്ഞാൽ തെറ്റായ ധാർമ്മികതയിൽ വിശ്വസിക്കും. അതുകൊണ്ട് അറബിക് ബൈബിളിൽ അള്ളാഹു എന്നല്ലാതെ എഴുതിയാൽ, ഇസ്ലാമിക അറബിക് രാഷ്ട്രങ്ങളിൽ അള്ളാഹു അല്ലാന്ന് എഴുതിയാൽ ആ ബൈബിൾ പുറത്തിറങ്ങാൻ അവിടുത്തെ രാഷ്ട്രം തലവന്മാർ സമ്മതിക്കുകയില്ല, സ്വാതന്ത്ര്യം കൊടുക്കുകയില്ല. പിന്നെ ക്രിസ്ത്യൻ കൾച്ചർ അനുസരിച്ച്, ക്രിസ്ത്യൻ വാല്യൂസ് അനുസരിച്ച് ഒരു നാടിൻ്റെ പൊതുവായ സംസ്കാരങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും മാനിക്കുക എന്നുള്ളത് ക്രിസ്ത്യൻ വാല്യൂസാണത്. സാധിക്കുന്നിടത്ത് ക്രിസ്തു സംഭവത്തിന് യോജിക്കുന്ന രീതിയിൽ സാംസ്കാരിക അനുരൂപണം ക്രിസ്ത്യാനിറ്റിയിൽ സാധ്യമാണ്, പ്രിയപ്പെട്ട ഇസ്ലാമിക നേതാവേ. അപ്പം അതുകൊണ്ട് ഈ ക്രിസ്ത്യാനിറ്റിയുടെ സംസ്കാരവുമായി ഒത്തുപോകാനുള്ള ക്രിസ്ത്യാനിറ്റിയുടെ ആ മൂല്യബോധത്തെ ഖുറാനിലെ അള്ളാഹു വ്യക്തി എന്ന അള്ളാഹുവിനെ ന്യായീകരിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇത് സെൽഫ് ഗോളുകളാണ് എന്നുള്ളതാണ്. ഇനി ഉസ്താദിൻ്റെ വാദം കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് രണ്ട് കാര്യങ്ങളാണ്. ഒന്നൊരു നാടൻ ചൊല്ല, എന്നതാ കുന്തം പോയാൽ കുടത്തിലും തപ്പണം. ഉസ്താദ് ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് അവിടെ ചെന്നു, അതായത് സംഗതി കുന്തം പോയി കുടത്തിലെങ്കിലും കിട്ടണ്ടേ. അതായത് തൻ്റെ വിശ്വാസം, തൻ്റെ ഗ്രന്ഥത്തിൽ ഇസ്ലാമിക ആധികാരിക പ്രമാണ രേഖകൾ അനുസരിച്ച് തൻ്റെ ദൈവത്തിൻ്റെ അസ്തിത്വവും വ്യക്തിത്വവും തെളിയിക്കുക സാധ്യമല്ലാത്തതുകൊണ്ട് ഇത് തന്നെയാണ് അതെന്ന് പറയാൻ നടക്കുകയാണ്. ഈ മറ്റൊന്നുണ്ട്, ഈ അമ്മൂമ്മയുടെ കഥ നമ്മൾ കേട്ടില്ല. അമ്മൂമ്മയുടെ കഥ, സൂചി പോയ അമ്മൂമ്മ വഴിവിളക്കിൻ്റെ ചുവട്ടിൽ സൂചി ഇങ്ങനെ തപ്പുകയാണ്. തപ്പിപ്പോൾ അമ്മൂമ്മയോട് ഒരാൾ ചോദിച്ചു, അമ്മൂമ്മ എന്നാ തപ്പുന്നേ? അമ്മൂമ്മ പറഞ്ഞു, മോനെ സൂചി പോയെന്നേ, സൂചി തപ്പുവാന്ന് പറഞ്ഞു. അമ്മൂമ്മയെ സൂചി എവിടെയാണ് പോയത്? ഞാനും കൂടാൻ തപ്പാൻ. മോനെ വീട്ടിലാണ് സൂചി പോയേ. എന്നാ വീട്ടിൽ തപ്പണ്ടേ അമ്മൂമ്മയെന്ന് ചോദിച്ചു. അതിന് മോനെ വീട്ടിൽ വെളിച്ചമില്ല. ഉസ്താദിൻ്റെ ആവർത്തിച്ചുള്ള അറബിക് ബൈബിളിലെ അള്ളാഹുവിനെ തേടിപ്പോക്ക് കാണുമ്പോൾ ഈ അമ്മൂമ്മയുടെ സ്വന്തം വീട്ടിൽ വെളിച്ചമില്ല എന്നുള്ള ഉറപ്പ് മൂലം വെളിച്ചമുള്ളിടത്ത് തപ്പുകയാണ്. തീർച്ചയായും ഇത് തൻ്റെ മതത്തിൻ്റെ ആധികാരികതയില്ലായ്മയെ പരസ്യമായി ഏറ്റുപറയുന്നതാണ്. വെളിച്ചം തപ്പുകയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ആവർത്തിച്ച് അങ്ങയോട് സ്നേഹപുരസ്സരം ഇത് വീണ്ടും ആവർത്തിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഉസ്താദിൻ്റെ അവകാശവാദങ്ങൾ കേൾക്കാം. എന്നാൽ ഇതിനകത്തെല്ലാം തന്നെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാ പരിഭാഷകളിലും അള്ളാഹു എന്ന് തന്നെയാണ് യഥാർത്ഥ സത്യദൈവത്തിനെ ക്രൈസ്തവർ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അതേപോലെ തന്നെ പ്രവാചകന്റെ ആഗമനത്തിന് മുമ്പുണ്ടായിരുന്ന ക്രൈസ്തവ കവികളെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് നബിക അൽ ദുബിയാനി എന്ന് പറയുന്ന കവിയെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വരികളിൽ ഒക്കെ തന്നെയും അള്ളാഹു എന്ന ദൈവത്തെ കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നതും ഈ ലേഖനത്തിൽ കാണാം. ഇങ്ങനെ ഒട്ടനവധി തെളിവുകളും ചരിത്ര സത്യങ്ങൾക്കും വിരുദ്ധമായിട്ടാണ് ചില ആളുകൾ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഈ ആരോപണങ്ങൾ പ്രവാചകന്റെ ആഗമനത്തെ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അറബികളുടെ ഭാഗത്തു നിന്ന് ഇല്ല എന്ന് ആര് പറയുന്നു? മുസ്ലിങ്ങൾ പറയുന്നതല്ല, ഇന്ന് ജീവിച്ചിരിക്കുന്ന അറബ് ക്രൈസ്തവർ പറയുന്നു. അവരുടെ ബൈബിൾ ഇന്നും അവർ ആ രീതിയിൽ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് വ്യക്തമാണല്ലോ. അപ്പോൾ ഇത്രയും നേരവും പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ഉസ്താദ് പറഞ്ഞു നോക്കുക. അറബി ബൈബിളിലും അവിടെ ഇവിടെ ഏതെല്ലാം ലേഖനങ്ങളിൽ, യൂട്യൂബ് വീഡിയോകളിൽ, മറ്റ് മതസ്ഥർ എവിടെയെല്ലാം അള്ളാഹു എന്ന് പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവൻ തപ്പിപ്പോവുകയാണ്. അതെന്തുകൊണ്ടാണ്? അമ്മൂമ്മ സൂചി പോയ അമ്മൂമ്മയ്ക്കറിയാം വീട്ടിൽ വെളിച്ചമില്ലാത്തത് കൊണ്ട് വീട്ടിൽ തപ്പിയിട്ട് കാര്യമില്ല. തൻ്റെ മതത്തിൽ വെളിച്ചമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുറത്ത് തപ്പുകയാണ്. അള്ളാഹു, ഖുർആൻ അവതരിപ്പിക്കുന്ന അള്ളാഹു എന്ന വ്യക്തിയെക്കുറിച്ചാണ്. വ്യക്തിനാമം, വ്യക്തിയുടെ പേര്. അള്ളാഹുവിൻ്റെ പ്രവാചകനായി മുഹമ്മദ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയുടെ സ്വഭാവത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇദ്ദേഹം ഇത് എത്ര വീഡിയോകളായി ചെയ്യുന്നറിയാമോ? തീർച്ചയായും
എവിടെയോ അസത്യമാണ് താൻ അറിഞ്ഞത് എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് നിരന്തരമായി മറ്റു മതങ്ങളിൽ ഇത്തരം സത്യങ്ങൾ തേടിപ്പോകുന്നത് എന്നുള്ളതാണ്. ഒരു ചെറിയ ഒരു വീഡിയോ കൂടെ അദ്ദേഹത്തിന് നമുക്കൊന്ന് കേൾക്കാം. അതോടൊപ്പം തന്നെ ഈ തെറ്റിദ്ധാരണ പരത്തുന്ന ഇങ്ങനത്തെ ആളുകളുടെ വാക്കുകൾക്ക് നിങ്ങൾ യാതൊരു വിലയും കൊടുക്കേണ്ടതില്ല. കാരണം ആധികാരിക ക്രൈസ്തവ പണ്ഡിതന്മാരും ബൈബിൾ സൊസൈറ്റികളും വത്തിക്കാനും ഉത്തരവാദിത്തമുള്ള മുഴുവൻ ആളുകളും അള്ളാഹുവിനെ കുറിച്ചിട്ട് നല്ല വിചാരം മാത്രമാണ് വെച്ച് പുലർത്തുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അദ്ദേഹം എല്ലാവർക്കും കൊടുക്കുന്ന ഉപദേശം. മറ്റു മതസ്ഥരെല്ലാം അള്ളാഹുവിനെ കുറിച്ച് നല്ല, ഈ മറ്റു മതസ്ഥരെന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും പറയുന്നു, മറ്റു മതങ്ങളിൽ ദൈവത്തിൻ്റെ പൊതുനാമത്തിൻ്റെ സ്ഥാനത്ത് അള്ളാഹു എന്ന് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് സാംസ്കാരികമായ പ്രയോഗമാണ്. ദൈവത്തിന് പകരമായി പൊതുവായി ഉപയോഗിക്കുന്ന പേരാണ്. ഭാരതത്തിൽ ഈശ്വരൻ എന്നുപയോഗിക്കുന്നത് പോലെ ആ അറബി നാടുകളിലെ അറബി ഭാഷയിൽ ദൈവത്തിന് അള്ളാഹു എന്ന പേര് കൂടി പൊതുനാമം കൂടി ഉപയോഗിക്കുന്നുണ്ട്. ഇവിടുത്തെ ചോദ്യം ഖുറാനിലെ അള്ളാഹുവാണ്. ഇനി അതിലേക്ക് കടക്കാം. ഇദ്ദേഹം പറയുന്നത് എന്നാണെന്നറിയാമോ? പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ പോലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ പോലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇവിടെ കേൾപ്പിച്ച ക്ലിപ്പുകളിൽ ഒന്നിൽ ഇദ്ദേഹം പറയുന്നു പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ പോലും അങ്ങനെയൊന്നും ഇല്ലായിരുന്നുവെന്ന്. നമുക്ക് കേൾക്കാമേ. ഖുറാൻ 38-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങളാണ്. ഖുറാനിൽ നിന്നാണ് പറയുന്നത്. അവസാനത്തെ മതത്തിൽ ഇതിനെപ്പറ്റി ഞങ്ങൾ കേൾക്കുകയുണ്ടായിട്ടില്ല, ഇത് കൃത്രിമ സൃഷ്ടി മാത്രമാകുന്നു. കേട്ടോ, അവർ തന്നെ പറഞ്ഞു, ഖുറാൻ തന്നെ പറയുന്നു ഇത് കൃത്രിമമാണ് എന്ന്. അന്ന് കാലത്ത് മക്കയിലും മദീനയിലും നിന്നും ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അവസാനത്തെ മതത്തിൽ നിന്നെക്കുറിച്ച് ഇതിനെപ്പറ്റി കേട്ടിട്ടില്ല, അള്ളാഹുവെന്നോ ഖുറാനെന്നോ അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ് എന്നോ മറ്റു മതങ്ങളിൽ കേട്ടിട്ടില്ല, ഇതൊരു കൃത്രിമ സൃഷ്ടിയാകുന്നു. ഖുറാൻ 38-7. ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഉത്ബോധനം ഇറക്കപ്പെട്ടത് ഇവൻ്റെ മേലാണോ? ഇനി ഇദ്ദേഹം ക്രിസ്ത്യാനികളുടെ മതിലുണ്ടെന്ന് പറഞ്ഞു. ക്രിസ്ത്യാനികളെക്കുറിച്ച് ഖുറാൻ എന്താ പറയുന്നത് നോക്കിക്കോളൂ. ഇനി നിനക്ക് അറിവ് വന്ന് കിട്ടതിന് ശേഷം ഖുറാൻ 3-61, അവൻ്റെ കാര്യത്തിൽ, ഈസായുടെ കാര്യത്തിൽ നിന്നോട് ആരെങ്കിലും തർക്കിക്കുകയാണ് എങ്കിൽ വരുവിൻ, ഞങ്ങളുടെ മക്കളെയും നിങ്ങളുടെ മക്കളെയും വിളിക്കാം, സ്ത്രീകളെയും വിളിക്കാം, എന്നിട്ട് അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം പറഞ്ഞത് ആരാണെന്ന് നോക്കുവാൻ നമുക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് ക്രിസ്ത്യാനികളോട് പറയുകയാണ്. അന്ന് തന്നെ ഈ വിഷയത്തിൽ ക്രിസ്ത്യാനികൾ വിയോജിച്ചിരുന്നുവെന്നും കൃത്യമായി പഠിപ്പിക്കുന്ന ഖുറാനാണ്. അതുകൊണ്ടാണ് ഉസ്താദിനോട് ചോദിച്ചത്, ഇസ്ലാമിക നേതാവേ, അങ്ങ് ഖുറാനിൽ നിന്നുള്ള അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുക, എന്തുകൊണ്ട് ഖുറാൻ കോട്ട് ചെയ്യുന്നില്ല? അവരുടെ കൈവശമുള്ള വേദത്തെ ശരിവെക്കുന്നതായിക്കൊണ്ട്, യഹൂദരുടെ കൈവശമുള്ള വേദത്തെ ശരിവെക്കുന്നതായിക്കൊണ്ട് ഖുറാൻ അള്ളാഹുവിങ്കിൽ നിന്ന്, ആരിൽ നിന്ന്? ഖുറാനിലെ അള്ളാഹുവിൽ നിന്ന് വന്നു കിട്ടിയപ്പോൾ അവരത് തള്ളിക്കളഞ്ഞു. യഹൂദരെ ഇപ്പോൾ വായിച്ച 2-ാം അധ്യായത്തിന് 89. അതിനാൽ ആ നിഷേധികൾക്കത്രേ അള്ളാഹുവിൻ്റെ ശാപം. ഈ അള്ളാഹുവിനെ കുറിച്ച് ഉസ്താദ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും സഭകളുടെ കത്തിനകത്തുള്ളതോ ആർട്ടിക്കിളിനകത്തുള്ളതോ ഒന്നുമല്ല ചോദിക്കുന്നത്. യൂട്യൂബറുടെ കാര്യമല്ല ചോദിക്കുന്നത്. അവരുടെ കൈവശമുള്ള ഗ്രന്ഥത്തെ ശരിവെക്കാൻ, യഹൂദരുടെ കൈവശമുള്ള പഴയ നിയമത്തെ ശരിവെക്കുന്നതായിക്കൊണ്ട് വന്നപ്പോഴേ യഹൂദർ സ്വീകരിച്ചില്ല. കാരണം അവർക്കറിയാം ആരാ വരാനിരിക്കുന്നതെന്ന്. അപ്പോൾ ചോദിക്കും ക്രിസ്തുവിൻ്റെ കാര്യം. ആദ്യത്തെ എല്ലാ ക്രൈസ്തവരും യഹൂദരായിരുന്നു ഉസ്താദ്. രണ്ടാമത് യഹൂദരാണ് മറ്റുള്ളവരെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൂട്ടിയത്. അതുകൊണ്ട് ആ രീതിയിൽ പറയുമ്പോൾ അതിനകത്തൊരു യഹൂദപരമായൊരു പാരമ്പര്യം കിടപ്പുണ്ട്. പക്ഷെ ഇവിടെ നോക്കി നിഷേധിക്കുകയാണ്, പൂർണ്ണമായും നിഷേധിക്കുകയാണ് എന്നുള്ളതാണ്. ഖുറാൻ 58-ാം അധ്യായം, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും എതിർക്കുന്നവരുമായി സൗഹൃദം സ്ഥാപിക്കുകയില്ല. അത് സ്വന്തം മാതാപിതാക്കളാണെങ്കിലും, 58-22, സ്വന്തം മാതാപിതാക്കളാണെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദിനെ എതിർക്കുന്നവർ, സ്വന്തം മാതാപിതാക്കളാണെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദിനെ എതിർത്താൽ അവരോട് കൂട്ടുകൂടിയാൽ, നീ അള്ളാഹുവിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. തൻ്റെ പ്രവാചകന് വേണ്ടി മാതാപിതാക്കളെ വെറുക്കാൻ ആവശ്യപ്പെടുന്നു. ഇത് ശരിയായ വ്യാഖ്യാനമല്ലെന്നൊക്കെ നിങ്ങൾ പറയും. പക്ഷേ മദനിയുടെ പ്രസംഗം കിടപ്പുണ്ട് യൂട്യൂബിൽ. മദനിക്ക് അറബി അറിയാലോ, മദനിക്ക് ഖുറാൻ അറിയാലോ, അല്ലേ? അത് സ്വന്തം പിതാവാണെങ്കിലും ശരി, ചുങ്കപ്പാറയിലെ പാസ്റ്ററാണെങ്കിലും ശരി, ന്യൂമാൻ കോളേജിലെ പ്രൊഫസറാണെങ്കിലും ശരി, അള്ളാഹുവിൻ്റെ പ്രവാചകനെ എതിർത്താൽ എന്ന് പറഞ്ഞുകൊണ്ട് മദനിയുടെ പ്രസംഗം കിടപ്പുണ്ട്. ഖുറാൻ 58-22 വ്യാഖ്യാനമാണ്. ഈ അള്ളാഹുവിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഒരു മനുഷ്യന് വേണ്ടി മറ്റുള്ളവരെ വെറുക്കാൻ പറയുന്ന ഈ വ്യക്തിയെക്കുറിച്ച്, വ്യക്തിനാമം. സത്യവിശ്വാസികളെ 5-51, യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളാക്കരുത്. എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ തക്യാപരമായി ഇടപെടാം. ഉറ്റമിത്രങ്ങളാക്കരുത്, അവർ അന്യോന്യ മിത്രങ്ങളാണ് താനും.
ഈ അള്ളാഹുവിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. 9:5 അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടയിടത്ത് വെച്ച് കൊന്നുകളയണം. അവരെ പിടികൂടുകയും അവർക്ക് വേണ്ടി പതിയിരിക്കുന്നിടത്തെല്ലാം പതിയിരിക്കുകയും ചെയ്യുക. ഇനി പശ്ചാത്തപിച്ച് നമസ്കാരം മുറപോലെ ചെയ്താൽ അതാ മതം സ്വീകരിച്ചാൽ ഇളച്ചു കൊടുക്കണം. ഈ അള്ളാഹുവിനെ കുറിച്ചാണ് ചോദിക്കുക. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വല്ലവനും സ്വദേശം വെടിഞ്ഞു പോകുന്ന പക്ഷം ഭൂമിയിൽ ധാരാളം ജീവിത വിശാലത കണ്ടെത്തും. വല്ലവനും തൻ്റെ വീട്ടിൽ നിന്ന് സ്വദേശം വെടിഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്കും അവൻ്റെ ദൂതനിലേക്കും ഇറങ്ങി പുറപ്പെടുകയും വഴിയിൽ വെച്ച് മരണപ്പെടുകയും ചെയ്യുന്ന പക്ഷം അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രതിഫലം കിട്ടി. അതിനെ പച്ചമലയാളത്തിൽ പറഞ്ഞു തരാം. അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ് വിളിക്കുന്നത് കേട്ട് ഇറങ്ങിപ്പോയി കൊല്ലപ്പെട്ടാൽ സ്വർഗം കിട്ടും. ആര് വിളിക്കുന്നത് കേട്ടിട്ടാ? മുഹമ്മദ് വിളിക്കുന്നത് കേട്ടിട്ട് ഇറങ്ങി ചെന്നാൽ സ്വന്തം വീടും നാടും വിട്ട് ഇറങ്ങി ചെല്ലാൻ പറയുക, കൊല്ലപ്പെടാൻ വിളി. ഈ അള്ളാഹുവിനെ കുറിച്ച് അവസ്ഥ ചോദിച്ചു. ഇതെല്ലാം ഖുറാനിൽ നിന്നുകൊണ്ടാണ്. കഴിഞ്ഞ 2 വീഡിയോകളിൽ ആവർത്തിച്ച് സ്ക്രീനിൽ ആദ്യ അവസാനം തെളിവുകൾ വെച്ചുകൊണ്ടാണ് അങ്ങയോട് സംസാരിച്ചത്. 4:97 അവിശ്വാസികൾക്കിടയിൽ തന്നെ ജീവിച്ചുകൊണ്ട്, അത് ഞാൻ വ്യാഖ്യാനിച്ച് പറയാം, അതാ എളുപ്പം. ഇതിൻ്റെ എല്ലാം സൗദി അറേബ്യയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ എൻ്റെ കൈവശമുണ്ട്. അത്രയും ആധികാരികമായ ക്രോസ് ചെക്ക് ചെയ്താണ് സംസാരിക്കുന്നത്. അവിശ്വാസികളുടെ ഇടയിൽ ജീവിച്ചുകൊണ്ട് മരിച്ചാൽ അവരോട് മലക്കുകൾ ചോദിക്കും, അള്ളാഹുവിൻ്റെ മലക്ക് വന്നിട്ട് ചോദിക്കും, നിങ്ങൾ എന്തൊരു നിലപാടായിരുന്നു? അവർ പറയും, ഞങ്ങളുടെ നാട്ടിൽ ഒതുക്കപ്പെട്ട് ഞങ്ങൾ ന്യൂനപക്ഷമായിരുന്നു, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു എന്ന് പറയും. അപ്പോൾ ചോദിക്കും, അള്ളാഹുവിൻ്റെ ഭൂമി വിശാലമായിരുന്നില്ലേ? നിങ്ങൾക്ക് സ്വദേശം വിട്ട് ഓടിപ്പോകത്തില്ലായിരുന്നോ? അതിനാൽ അത്തരക്കാരുടെ സ്ഥലം നരകമത്രേ. സോണിയ സെബാസ്റ്റ്യനും നിമിഷ ഫാത്തിമേനെയൊക്കെ ജയിലിലെത്തിച്ചവർ ചെയ്ത ഈ പണിയാ. അവിശ്വാസികളുടെ കാഫിറുകളുടെ നാട്ടിൽ കിടന്ന് മരിക്കണ്ട. രോഗിയാണെങ്കിൽ കുഴപ്പമില്ല, നടക്കാൻ പറ്റിയില്ല കുഴപ്പമില്ല, വയസ്സായെങ്കിൽ കുഴപ്പമില്ല, ആരോഗ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവിശ്വാസികളുടെ ഇടയിൽ ജീവിക്കരുതെന്ന് 4:97 ഈ അള്ളാഹുവിനെ കുറിച്ചാണ് സഹോദര ചോദിക്കുന്നത്. ഇനി 8:12 നിന്റെ രക്ഷിതാവ് മലക്കുകൾക്ക് ബോധനം നൽകി, ഞാൻ കൂടെയുണ്ട്, ഞാൻ അവിശ്വാസികളുടെ മനസ്സിൽ ഭയമിട്ട് കൊടുക്കും. അപ്പം നീ സത്യവിശ്വാസികൾ ഉറപ്പിച്ചു കൊള്ളുക, നിങ്ങൾ കഴുത്തുകൾക്ക് മീതെ വെട്ടിക്കൊള്ളുക, അവരുടെ വിരലുകളെല്ലാം വെട്ടിക്കളയുകയും ചെയ്യുക. 8:12 8:13 അവർ അള്ളാഹുവിനോടും അവൻ്റെ ദൂതനോടും എതിർത്ത് നിന്നതിൻ്റെ ഫലമത്രേ. ഈ അള്ളാഹുവിനെ കുറിച്ചാണ് പ്രിയ സഹോദര ചോദ്യം. ചക്കയെക്കുറിച്ച് ചോദിക്കും, മാങ്ങയെക്കുറിച്ച് പറയാതെ. സൂചി തപ്പുന്ന അമ്മമ്മയുടെ കൂട്ടി വീട്ടിൽ വെളിച്ചമില്ലാത്തതിനും വഴിവിളക്കിൻ്റെ ചുവട്ടിൽ തപ്പുകയാണ്. അപ്പോൾ കൃത്യമായ ബോധ്യമാണ് സ്വന്തം മതപരമായ പ്രമാണങ്ങളിൽ ആധികാരികതയില്ല എന്ന്. 9:30 ഖുറാൻ ഉസൈർ യസ്ര പ്രവാചകനാണെന്ന് ദൈവപുത്രനാണെന്ന് യഹൂദർ പറഞ്ഞു. മസിഹീസ എന്ന് പറയുന്നതിന് രക്ഷകൻ എന്ന അർത്ഥം അതുപോലും അറിയത്തില്ല. ദൈവപുത്രനാണെന്ന് ക്രിസ്ത്യാനികളും പറഞ്ഞു. താഴേക്ക് പറയുകയാണ്, അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു. ഈ അള്ളാഹുവിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. 9:29 വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും. എന്നാൽ രണ്ടും ഒന്നാണ്, പിന്നെ അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ ഉസ്താദേ? യഹൂദരുടെ അള്ളാഹുവും ക്രിസ്ത്യാനികളും, യഹൂദരുടെ ദൈവവും ക്രിസ്ത്യാനികളുടെ ദൈവവും ഉസ്താദ് പറയുന്ന അള്ളാഹു ഒന്നാണെങ്കിൽ ഈ ഖുറാൻ വാക്യങ്ങൾക്ക് എന്ത് പ്രസക്തി? അങ്ങയുടെ വാദം ശരിയാണെങ്കിൽ അങ്ങ് ഖുറാൻ്റെ പ്രസക്തിയെ തന്നെ ഇല്ലെന്നല്ലേ പറയുന്നത്? ഇത്രയും സെൽഫ് ഗോളുകൾ അടിച്ചിട്ട് ആർക്കും മനസ്സിലാകുന്നില്ല. അത്രത്തോളം സത്യത്തിൽ അന്ധമാക്കപ്പെട്ടിരിക്കുന്നുവെന്നുള്ളതാണ്. 9:30 അള്ളാഹുവും അവൻ്റെ ദൂതനും നിഷിദ്ധമായി ഗണിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട്, സത്യമതത്തെ ഇസ്ലാമിനെ മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. ഇനി അവർ മതം മാറിയില്ലെങ്കിൽ എന്ത് മേടിക്കണം? നികുതി മേടിക്കണം. ഈ അള്ളാഹുവിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇനി 59:9 യഹൂദരിൽ നിന്ന് അള്ളാഹു അവൻ്റെ റസൂലിന് കൈവരുത്തി കൊടുത്തു, എന്ന് വെച്ചാൽ മേടിച്ചു കൊടുത്തു. അതിനായി നിങ്ങൾ കുതിരകളെ ഓടിക്കുകയോ ഒട്ടകങ്ങളെ ഓടിക്കുകയോ ഉണ്ടായിട്ടില്ല. പക്ഷേ അള്ളാഹു അവൻ്റെ ദൂതന്മാരെ അവൻ ഉദ്ദേശിക്കുന്നവരുടെ നേർക്ക് അധികാരപ്പെടുത്തി അയക്കുന്നു. അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. മദീനയിലെ യഹൂദരിൽ നിന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദിന് പിടിച്ചു കൊടുത്തത് നേരിട്ടാണ്. അല്ല, അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ് കുതിരേനെ ഓടിച്ചോ ഒട്ടകത്തെ ഓടിച്ചോ യുദ്ധം ചെയ്ത് മേടിച്ചെടുത്തതല്ല, അള്ളാഹു മേടിച്ചു കൊടുത്താണ്. ഈ അള്ളാഹുവിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. 59:3-4 അള്ളാഹു അവരുടെ മേൽ നാട് വിട്ടുപോക്ക് വിധിച്ചില്ലായിരുന്നെങ്കിൽ, നോക്കുക, അള്ളാഹു തൻ്റെ പ്രവാചകനായ മുഹമ്മദിന് വേണ്ടി തൻ്റെ കൃഷിയിടങ്ങളും കിടപ്പാടങ്ങളും കുഞ്ഞുങ്ങളെയും ഒക്കെ എടുത്ത് നാട് വിട്ടുപോകാൻ പറഞ്ഞ ആരോട്? യഹൂദരോട്. ഇത് രണ്ടും ഒന്നാണെങ്കിൽ എന്തിനാണ് ഉസ്താദെ ആ യഹൂദരെ അവിടെ നിന്ന് ഓടിച്ചത്? ഖുറാനിൽ നിന്നൂടെ സംസാരിക്കുന്നത്, അല്ലാതെ അങ്ങ് സംസാരിക്കുന്നത് പോലെ, ഉസ്താദ് സംസാരിക്കുന്നത് പോലെ ഏതെങ്കിലുമൊക്കെ ആർട്ടിക്കിളോ യൂട്യൂബ് വീഡിയോയുടെ അടിസ്ഥാനത്തിലല്ല, ഏതെങ്കിലും ലേഖനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ഖുറാൻ്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്.
അള്ളാഹു അവരുടെ മേൽ നാട് വിട്ടുപോക്ക് വിധിക്കുകയാണ്. ഈ നാട് വിട്ടുപോക്ക് വിധിക്കുന്ന ആരുടെ മേൽ? യഹൂദരുടെ മേൽ. അപ്പോൾ ഈ പറയുന്ന യഹൂദർ വിളിക്കുന്ന അള്ളാഹു, നിങ്ങൾ വിളിക്കുന്ന അള്ളാഹു ഒന്നാണ്. എന്തിനാണ് യഹൂദരെ ഓടിച്ചത്? ഒരു പ്രിയപ്പെട്ട ഉസ്താദെ, ഒരു നിലയ്ക്കും അങ്ങേക്ക് ഒരിടത്തും കൊണ്ട് എത്തിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അമ്മൂമ്മയുടെ അവസ്ഥയാണ് എന്നുള്ളതാണ്. വീട്ടിൽ വെളിച്ചമില്ല എന്ന് തിരിച്ചറിഞ്ഞ അമ്മൂമ്മ അതുകൊണ്ട് വെളിച്ചം തപ്പുകയാണ്. അത് അള്ളാഹുവിനോടും അവൻ റസൂലിനോടും മത്സരിച്ചതിൻ്റെ ഫലമത്രേ യഹൂദർക്ക് കടപ്പാട് നഷ്ടപ്പെട്ടതേ. മുഹമ്മദിനോട് മത്സരിച്ചതിൻ്റെ ഫലമത്രേ. ഒരു മനുഷ്യന് സ്വത്തുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പാരമ്പര്യമായി മദീനയിൽ താമസിച്ചു വരുന്ന യഹൂദരുടെ കടപ്പാടവും കൃഷിയിടം മുഴുവൻ പിടിച്ചെടുത്തിട്ട് ഈ അള്ളാഹുവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാതെ ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. ഇനി 8-ാം അധ്യായത്തിൻ്റെ 69-70, എന്നാൽ നിങ്ങൾ യുദ്ധത്തിൽ നേടിയെടുത്ത് നിങ്ങൾക്ക് അനുവദനീയമാണ്, നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. അതായത് യുദ്ധം ചെയ്ത് മറ്റുള്ളവരുടെ സ്വത്ത് പിടിച്ചെടുത്ത് ഭക്ഷിച്ചോളാനാണ് പറയുന്നത്. അള്ളാഹുവെ സൂക്ഷിക്കുകയും ചെയ്യുക, അള്ളാഹു ഇതെല്ലാം മേടിച്ച് തരികയും ചെയ്യും, നിങ്ങൾ സൂക്ഷിച്ച് ഭക്ഷിച്ചു എന്ന് പറയുകയാണ്. നബിയെ, നിങ്ങളുടെ കൈവശമുള്ള യുദ്ധത്തലവരോട് നീ പറയുക, നിങ്ങളുടെ ഹൃദയങ്ങളിൽ നന്മയുള്ളവരായി അള്ളാഹു അറിയുന്ന പക്ഷം നിങ്ങളുടെ പക്കൽ നിന്ന് മേടിക്കപ്പെട്ടതിനേക്കാൾ ഉത്തമമായി നിങ്ങൾക്ക് തരും. യുദ്ധത്തടവുകാരോട് എന്ത് പറയണം? അള്ളാഹു തൻ്റെ പ്രവാചകനായ മുഹമ്മദിനെ പറഞ്ഞു വിട്ട് മറ്റുള്ളവരെ അടിമകളാക്കി പിടിക്കുകയാണ്. ഈ അള്ളാഹുവിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. നിങ്ങൾ യുദ്ധത്തിൽ നേടിയെടുത്ത ഏതൊരു വസ്തുവിൽ നിന്നും 1/5 അള്ളാഹുവിനും റസൂലിനും ബന്ധുക്കൾക്കുമുള്ളതാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യന്മാരെ പറഞ്ഞുകൊണ്ട് യുദ്ധം ചെയ്തിട്ട് 1/5 തനിക്കുള്ളതാണ്? ഈ അള്ളാഹുവിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. 48-15, സ്വത്തുക്കൾ കൈവശപ്പെടുത്താനുള്ളിടത്തേക്ക് നിങ്ങൾ യുദ്ധത്തിന് പോവുകയാണെങ്കിൽ, അതായത് ആരാണ്ട് സ്വത്ത് പിടിച്ചു പറിക്കാൻ യുദ്ധത്തിന് പോകാൻ, അതിന് ആൾക്കാരെ കൂട്ടുക, എന്നിട്ട് ആരാണ്ട് സ്വത്ത് പിടിച്ചു പറിക്കാൻ യുദ്ധത്തിന് പോകാതെ മാറി നിൽക്കുന്നവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഈ അള്ളാഹുവിനെ കുറിച്ചാണ് ചോദ്യം. ഇനി 33-50, നബിയെ, നീ വിവാഹമൂല്യം കൊടുത്തിട്ടുള്ളതായ നിന്റെ ഭാര്യമാരെ നിനക്ക് അനുവദിച്ചിരിക്കുന്നു. അള്ളാഹു നിനക്ക് യുദ്ധത്തിൽ അധീനപ്പെടുത്തി തന്ന വലതു കൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകളെയും നോക്കുക. ഒരു മനുഷ്യന് യുദ്ധത്തിൽ അടിമ സ്ത്രീകളെ കൊടുക്കുക. ഈ അള്ളാഹുവിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇത് നോക്കുക, ഇത് സത്യവിശ്വാസികളെ കൂടെ നിനക്ക് മാത്രമുള്ളതാണ്. ഏത്? ഈ കൺസെഷൻ. ഈ ധാരാളം സ്ത്രീകളെ, വലതു കൈ ഉടമപ്പെടുത്തിയ സ്ത്രീകളെ വെക്കുക എന്നുള്ളത്. പ്രവാചകൻ സത്യവിശ്വാസികൾക്ക് സ്വന്തം ശരീരത്തെക്കാൾ ആകുന്നു. പ്രവാചകൻ സത്യവിശ്വാസികൾക്ക് സ്വദേഹങ്ങളെക്കാൾ അടുത്തയാളാകുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ അവർക്ക് മാതാക്കളുമാകുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദിൻ്റെ ഭാര്യമാർ നിങ്ങൾക്ക് അമ്മമാരാകുന്നു. ഈ അള്ളാഹുവിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ഭാര്യമാരെ, അപ്പം അടിമകളായി പിടിച്ച സ്ത്രീകളും അമ്മമാരല്ലേ എന്നുള്ള ചോദ്യം വരും. ഇനി അള്ളാഹുവിനോടും അവൻ്റെ ദൂതനോടും പോരാടുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം കൊന്നെടുക്കപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ കൈകാലുകൾ ഇടത്തുനിന്നും വലത്തുനിന്നും മുറിക്കപ്പെടുകയോ ചെയ്യണം. 5-33. അപ്പോൾ പറയാം 5-32 പേര്. 5-32 വാക്യം യഹൂദരോടാണ് പറയുന്നത്. ഇതൊക്കെ ഞങ്ങൾക്കറിയാം. അപ്പം കൊല്ലപ്പെടുകയും ക്രൂശിക്കപ്പെടാനും ആവശ്യപ്പെടുകയാണ്. ഇനി വിശ്വാസികൾക്കുള്ള കൺസെഷൻ, തങ്ങളുടെ ഗുഹ്യാവയവങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവർ. എന്നിട്ട് എന്നാ പറയുന്നത്? തങ്ങളുടെ ഭാര്യമാരുടെയോ വലങ്കൈ ഉടമപ്പെടുത്തിയവരുടെയോ കാര്യത്തിലൊഴികെ തീർച്ചയായും അവർ ആക്ഷേപത്തിലാകുന്നു. എന്നാൽ അതിലപ്പുറം ആഗ്രഹിക്കുന്ന പക്ഷം അത്രക്കാർ തന്നെയാകുന്നു അതിന് കവിയുന്നു. അതായത് നിങ്ങൾക്ക് യുദ്ധത്തിൽ കിട്ടിയ ഭാര്യമാരെ വെച്ച് അടിമ സ്ത്രീകളെ ഭാര്യമാരാക്കാം. അതിൽ കൂടുതൽ ആഗ്രഹിക്കരുത്. ലൈംഗിക വിശുദ്ധി വേണം. എങ്ങനെയുണ്ട്? ഇത് രണ്ടും കൂടെ ചേരുമോ? ഈ അള്ളാഹുവിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇപ്പം വായിച്ചത് 70-ാം അധ്യായത്തിൻ്റെ 29, 30, 31 വാക്യമാണ്. ഇനി 23-6, തങ്ങളുടെ ഭാര്യമാരുമായോ തങ്ങളുടെ അധീനത്തിലുള്ള അടിമ സ്ത്രീകളുമായോ ഉള്ള ബന്ധമൊഴികെ. ഈ അള്ളാഹുവിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. മറ്റുള്ളവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ത്രീകളെ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങളുടെ കൈകൾ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകൾ ഒഴികെ. 4-24, ഇതിനപ്പുറമുള്ള സ്ത്രീകളുമായി നിങ്ങളുടെ ധനം നൽകിക്കൊണ്ട് നിങ്ങൾ വിവാഹബന്ധം തേടുന്ന അനുവദിക്കപ്പെട്ടിരിക്കുന്നു. സ്ത്രീകളുമായി 4-24. അടിമ സ്ത്രീകൾക്ക് ആ പ്രശ്നമില്ല, അവർക്ക് യാതൊരു സ്വാതന്ത്ര്യമില്ല, അവർ മനുഷ്യരല്ല. നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടങ്ങളാകുന്നു. അതിൽ നിങ്ങൾക്ക് ഇച്ഛിക്കുന്ന വിധം നിങ്ങളുടെ കൃഷിയിടങ്ങളിൽ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണത്. ഈ അള്ളാഹുവിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. 8-39, കുഴപ്പമില്ലാതാവുകയും മതം മുഴുവനും അള്ളാഹുവിനായി തീരുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക. 8-1, നബിയെ, നിന്നോടവർ യുദ്ധത്തിൽ നേടിയ സ്വത്തിനെ പറ്റി ചോദിക്കുന്നു. പറയുക, യുദ്ധത്തിൽ നേടിയ സ്വത്തുക്കൾ അള്ളാഹുവിനും അവൻ റസൂലിനും ഉള്ളതാകുന്നു. ഈ അള്ളാഹുവിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉസ്താദെ, കാര്യങ്ങൾ വളരെ വ്യക്തമാവുകയാണ്. ദൈവിക വിഷയങ്ങളിൽ എവിടെയൊക്കെയോ അവ്യക്തതയും അസത്യവും അറിഞ്ഞിരിക്കുന്നുവെന്ന് നിങ്ങളുടെ മനസാക്ഷി പറയുന്നത് കൊണ്ടാണ് നിരന്തരമായി ഇത്തരം കാര്യങ്ങളുമായി ഇറങ്ങിത്തിരിക്കുന്നത്. അതുകൊണ്ട് സത്യം മനസ്സിലാക്കുക. സത്യം ഇതാണ്: ദൈവത്തിന് മതം ഇല്ല. സൃഷ്ടാവായ ദൈവം വൈവിധ്യത്തോടുകൂടി മനുഷ്യനെ സൃഷ്ടിച്ചു. വിവിധ ഭാഷകൾ, വിവിധ സംസ്കാരങ്ങൾ, വിവിധ ആചാരാനുഷ്ഠാനങ്ങൾ, വിവിധ കാലാവസ്ഥകൾ. ഇതിൻ്റെ സൃഷ്ടാവാരാണ്? സൃഷ്ടാവായ ദൈവമാണ്. അപ്പം ഒരുവൻ
ഞാൻ ആരാധിക്കുന്ന ദൈവത്തെയാണോ അല്ലയോ എന്നറിയാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. അവൻ വൈവിധ്യങ്ങളെ അംഗീകരിക്കും, വൈകൃതങ്ങളെയല്ല, വൈവിധ്യങ്ങളെ അംഗീകരിക്കും. ക്രൂരതകളെയും വൈകൃതങ്ങളെയല്ല, വൈവിധ്യത്തെ അംഗീകരിക്കും. നിങ്ങളീ പറയുന്ന അള്ളാഹു എന്ന് പറയുമ്പോൾ അത് ഖുർആൻ മുമ്പോട്ട് വെക്കുന്ന അള്ളാഹുവിനെ കുറിച്ചാണ്. ഇനി ഉസ്താദ് വിശ്വസിക്കുന്ന അതേ അള്ളാഹുവിനെ തന്നെയാണ് ആ കന്യാസ്ത്രീനെ കുത്തിയ ആളും വിളിച്ചത്, അള്ളാഹു തന്നെ വിളിച്ച അതേ വിളിയാണ് വിളിച്ചത്. ഇനി ബില്ലാദൻ വിളിക്കുന്നതും അതേ അള്ളാഹുവിനെയാണ് വിളിച്ചത്. മറ്റ് മതഗ്രന്ഥങ്ങളെ കടന്ന് നിങ്ങളെ വിമർശിക്കാൻ, മറ്റ് മതങ്ങളെയും മതഗ്രന്ഥങ്ങളെയും വിമർശിക്കാൻ നിങ്ങൾക്ക് പ്രേരണ നൽകുന്നത് ഇസ്ലാമിക പ്രമാണങ്ങളാണ്. അപ്പം ദവാക്കാരെ സൃഷ്ടിക്കുന്നത് ആരാണ്? ഇസ്ലാമിക പ്രമാണങ്ങളാണ്. ഇപ്പം നൈജീരിയയിൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നൊടുക്കിയവർ വിളിച്ചത് എന്താണ്? ഇസ്ലാമിക തീവ്രവാദികൾ വിളിച്ചത് എന്താണ്? അവർ വിളിക്കുന്നതും അള്ളാഹു എന്നാണ്. അതേ അള്ളാഹുവിനെ അല്ല അറബി ക്രിസ്ത്യാനികൾ വിളിക്കുന്നത് സഹോദര, അത് മനസ്സിലാക്കുക. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യുക. 6 ലക്ഷത്തിലധികം പേരാണ് സിറിയ ആ പ്രദേശത്ത് മാത്രം ഇസ്ലാമിക തീവ്രവാദികളാൽ കൊല്ലപ്പെട്ടത്. അവർ വിളിച്ചത് എന്താണ്? അവർ വിളിക്കുന്നതും അള്ളാഹു എന്നാണ് സഹോദര, അത് മനസ്സിലാക്കുക. ഈ അള്ളാഹു ദൈവമാണോ, നീ അള്ളാഹു സൃഷ്ടാവാണോ എന്നാണ് അങ്ങയോട് ചോദിക്കുന്നത്. അതിനാണ് മറുപടി പറയേണ്ടത്. ഇവിടെ അതുപോലെ തന്നെ അനേക പ്രാവശ്യം സാക്കിർ നായിക്കിനടക്കമുള്ളവരോട് ചോദിച്ചു, ആദത്തിൻ്റെ ജനനം പോലെയല്ല ഈസാൽ മസീഹ്, ഖുറാനിലുള്ള ഈസാൽ മസീഹിൻ്റെ വ്യാജ സാങ്കല്പിക കഥാപാത്രമായിരിക്കുന്ന ഈസാൽ മസീഹിൻ്റെ ജനനം. ഖുറാൻ 39-ാം അധ്യായത്തിൻ്റെ 30-31 അനുസരിച്ച് നീയും അവരും മരിക്കും, അന്ത്യവിധിയുണ്ടെന്ന് അള്ളാഹു മുഹമ്മദിനോട് പറയുന്നു. 21-ന്റെ 34-35 അനുസരിച്ച് പറയുന്നു, നീ മരിക്കും, നിനക്ക് അന്ത്യവിധിയുണ്ട്, നന്മതിന്മകളാൽ പരീക്ഷയുണ്ട്. 3-ാം അധ്യായത്തിൻ്റെ 185 നീ മരിക്കും, നിനക്ക് നന്മതിന്മകളാൽ പരീക്ഷയുണ്ട് എന്ന് അള്ളാഹു മുഹമ്മദിനോട് പറയുകയാണ്. എന്നാൽ ഖുറാനിലെ സാങ്കല്പിക കഥാപാത്രമായിരിക്കുന്ന ഈസാൽ മസീഹിന് മരണമില്ല എന്ന് എത്രയോ പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ 1400 വർഷമായി മരിക്കാത്തവൻ എങ്ങനെ മനുഷ്യനാകുമെന്ന് ചോദിച്ചു. ഖുറാൻ പറയുന്നു എല്ലാ മനുഷ്യരും മരിക്കും. എന്നാൽ 1400 വർഷമായി മരിക്കാതിരിക്കുന്ന ഈസാൽ മസീഹ് എന്ന് പറയുന്ന ഖുറാനിലെ സാങ്കല്പിക കഥാപാത്രം ആരാണെന്ന് ലോകപ്രസിദ്ധ ഇസ്ലാമിക പണ്ഡിതനായിരിക്കും സാക്കിർ നായിക്കിനോടക്കം ചോദിച്ചു. നോ മറുപടി. ആദം മരിച്ച് ഈസാൽ മസീഹ് മരിച്ചിട്ടില്ല. ആദത്തിൻ്റെ ജനനവും ഈസാൽ മസീഹിൻ്റെ ജനനവും ഒരുപോലെയല്ല. പാപമില്ലാത്തവനും വീണ്ടും വരുന്നവനും മരണത്തിൻ്റെ മേൽ അധികാരമുള്ളവനും മരിക്കാത്തവനും അള്ളാഹു ചെയ്ത എല്ലാ പ്രവൃത്തികളും ചെയ്ത ഖുറാനിലെ സാങ്കല്പിക വ്യാജ കഥാപാത്രമായിരിക്കുന്ന ഈസാൽ മസീഹിൻ്റെ മുകളിൽ മുഹമ്മദ് എങ്ങനെ തന്നെ പ്രതിഷ്ഠിച്ചുവെന്ന് 150 തവണയല്ല ലക്ഷക്കണക്കിന് തവണ ആൾക്കാർ ചോദിച്ചു. ഖുറാനിലെ ഈ വൈരുദ്ധ്യം തന്നെ ഖുറാൻ്റെ ആധികാരികതയ്ക്കെതിരായ തെളിവുകളാണ്. ഇതാണ് ഇറാനിലടക്കം, അറബി നാടുകളിലടക്കം, യൂറോപ്പിലടക്കം ലക്ഷക്കണക്കിന് ആൾക്കാരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഖുറാനിലെ ഇത്തരം വൈരുദ്ധ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്കാണ് ഉത്തരം കണ്ടെത്തേണ്ടത്. അതിന് മറ്റ് മതങ്ങളെ പോയി കൂട്ടുപിടിച്ചിട്ട് കാര്യമില്ല. അതിൻ്റെ അർത്ഥം തൻ്റെ മതത്തിലും തൻ്റെ മതഗ്രന്ഥങ്ങളിലും പ്രമാണങ്ങളിലും വിശ്വാസമില്ല, അതിൻ്റെ പൂർണ്ണതയിൽ വിശ്വാസമില്ല, അത് മുമ്പോട്ട് വെക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഉസ്താദേ, കൃത്യമാണ് ചോദ്യം. സത്യം മനസ്സിലാക്കുവാൻ അങ്ങേക്ക് സൃഷ്ടാവായ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.